കേരളത്തിലെ തെരുവുകൾ സ്ത്രീകൾക്ക് സുരക്ഷിതമാണോ? ഈ ചോദ്യം നമ്മൾ എത്രയോ കാലമായിട്ട് ചോദിക്കുന്നു. പക്ഷെ ഓരോ വൈകുന്നേരവും മദ്യപിച്ചവര് തെരുവിൽ വാഴുന്ന കാഴ്ച മാറിയിട്ടുണ്ടോ? ലഹരിയുടെ മറവിൽ നമ്മുടെ സഹോദരിമാര് തെരുവില് അപമാനിക്കപ്പെടുമ്പോ അത് വെറും ഒരു ക്രമസമാധാന പ്രശ്നമായി കണ്ട് നമുക്ക് തള്ളിക്കളയാനാകില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുകയാണ്. വോട്ട് ചോദിച്ചെത്തുന്നവർക്ക് വലിയ വികസന പദ്ധതികളെ കുറിച്ച് വാദോരാതെയൊക്കെ സംസാരിക്കും. പക്ഷേ നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്ക് ഭയമില്ലാതെ പുറത്തിറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കാൻ അവർക്ക് കഴിഞ്ഞോ? മദ്യവരുമാനത്തില് ഖജനാവ് നിറയ്ക്കുന്ന സർക്കാർ ആ മദ്യം കഴിച്ച് പാതയോരങ്ങളിൽ അക്രമം നടത്തുന്നവരിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കാൻ എന്ത് പദ്ധതിയാണ് മുന്നോട്ട് വെക്കുന്നത്? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിന്റെ ഈ കൈപ്പേറിയ യാഥാർത്ഥ്യത്തെ കുറിച്ച്, അന്താരാഷ്ട്ര തലത്തിൽ പ്രത്യേകിച്ച് സ്കോട്ട്ലൻഡ് മാതൃകയിൽ ഇതിനുള്ള ശാശ്വത പരിഹാരങ്ങളെ കുറിച്ചാണ്. ഞാൻ അഭിനവ്. വെൽക്കം ടു ഗ്ലോബൽ ടോക്സ് വിത്ത് അബി. നമ്മൾ പലപ്പോഴും കണക്കുകളിൽ മാത്രം ഒതുക്കി തീർക്കുന്ന ഒന്നാണ് മദ്യപാനം മൂലമുള്ള പീഡനങ്ങൾ. പക്ഷേ കേരളത്തിലെ ഗാർഹിക പീഡന കേസുകൾ പരിശോധിച്ചാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം നമുക്ക് കാണാം. ഇതിൽ ഏതാണ്ട് 70% ലഹരിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് വീടിനുള്ളിലെ മാത്രം പ്രശ്നമല്ല. നമ്മുടെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഇന്നും കേരളത്തിലെ തെരുവുകളിൽ ഭയമില്ലാതെ നടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ബസ് സ്റ്റോപ്പുകളിലും ഇരുട്ടുള്ള ഇടപെടലുകളിലും മദ്യപാനികൾ നടത്തുന്ന അശ്ലീല കമന്റുകളും ശാരീരിക അതിക്രമങ്ങളും അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തന്നെ തടയുകയാണ്. ഇതിനൊപ്പമാണ് സാമ്പത്തിക ചൂഷണം. ലഹരിക്കായിട്ട് വീട്ടിലെ സ്ത്രീകളുടെ കഠിനാധ്വാന ഫലം തട്ടിയെടുക്കുന്ന അവസ്ഥ ഇന്ന് വ്യാപകമാണ്. നമ്മൾ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴും ലഹരിയുടെ മറവിൽ അവരുടെ അന്തസ് ഇന്നും തെരുവുകളിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ സാഹചര്യത്തിൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ചെയ്യുന്നതൊന്നും ഫലപ്രദമല്ല എന്നതാണ് കൈപ്പുള്ള സത്യം. ഉദാഹരണത്തിന്, സർക്കാരിന്റെ വിമുക്തി പദ്ധതി വെറും ഒരു ബോധവൽക്കരണത്തിൽ മാത്രം ഒതുങ്ങുന്നു. മദ്യവരുമാനത്തിന്റെ ചെറിയൊരു ശതമാനം പോലും ശാസ്ത്രീയമായ ലഹരി മുക്തിക്കായിട്ട് ഉപയോഗിക്കുന്നില്ല. പിങ്ക് പോലീസിന്റെ സേവനമാകട്ടെ നഗര കേന്ദ്രങ്ങളിൽ മാത്രമായിട്ട് പരിമിതപ്പെടുന്നു. സ്ത്രീകൾ യഥാർത്ഥത്തിൽ ഭീഷണി നേരിടുന്ന ഉൾനാടൻ വഴികളിലെ ഹോട്ട്സ്പോട്ടുകളിൽ ഇവരുടെ സാന്നിധ്യമില്ല. നമ്മുടെ ഡി അഡിക്ഷൻ സെന്ററുകളാകട്ടെ മദ്യപാനത്തെ വെറും ഒരു രോഗമായി കണ്ട് കുറച്ച് ദിവസം മരുന്ന് നൽകി വിടുന്നു. അവരെ സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു സോഷ്യൽ റിക്കവറി സിസ്റ്റം ഇവിടെ അന്യമാണ്. ഇതിന് അന്താരാഷ്ട്ര തലത്തിൽ വ്യക്തമായിട്ടുള്ള പരിഹാരങ്ങളുണ്ട്. സ്കോട്ട്ലൻഡ് അവരുടെ തെരുവുകളെ മാറ്റിയെടുക്കുന്നത് പ്രധാനമായിട്ടും 2 രീതികളിലൂടെയാണ്. ഒന്ന്, കമ്മ്യൂണിറ്റി ലെഡ് റിക്കവറി സെന്റേഴ്സ് വഴിയാണ്. ഓരോ വാർഡിലും ജനകീയ പങ്കാളിത്തത്തോടെയുള്ള പുനരധിവാസ കേന്ദ്രങ്ങൾ അവിടെയുണ്ട്. മദ്യപാനത്തിൽ നിന്ന് മുക്തി നേടിയവർ തന്നെ മറ്റുള്ളവർക്ക് വഴികാട്ടികളാകുന്ന ഒരു രീതിയാണിത്. 2, സ്ട്രിക്റ്റ് ലോ എൻഫോഴ്സ്മെന്റ് ആണ്. ഐക്യരാഷ്ട്രസഭ നിർദ്ദേശിക്കുന്ന സേഫ്റ്റി ഓഡിറ്റ് വഴി ഇരുട്ടുള്ള ഇടങ്ങൾ കണ്ടെത്തി അവ സുരക്ഷിതമാക്കുന്നു. പൊതുസ്ഥലത്തെ മദ്യപാനത്തിന് കർശനമായിട്ടുള്ള ശിക്ഷ ഉറപ്പാക്കുന്നു. നമുക്ക് വേണ്ടത് മദ്യപാനിയെ വെറുക്കുകയല്ല, പകരം അവരെ സമൂഹത്തിലേക്ക് തിരികെ എത്തിക്കാനുള്ള റിക്കവറി കമ്മ്യൂണിറ്റികളാണ്. ഇതിനൊപ്പം ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വെക്കുന്ന റെസ്പെക്ട് ഫ്രെയിംവർക്കും നമ്മളുടെ നയരൂപീകരണത്തിൽ ഉണ്ടാകണം. ഇതൊരു ചെറിയ പ്രശ്നമല്ല. കാരണം ഇത് നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സിനെ, ദ ഡിഗ്നിറ്റി ഓഫ് നേഷനെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. സമാധാനവും സുരക്ഷയുമുള്ള ഒരു സംസ്കൃത സമൂഹം എന്ന് അവകാശപ്പെടുമ്പോഴും ലഹരിക്ക് അടിമപ്പെട്ടവര് തെരുവിൽ സ്ത്രീകളെ അപമാനിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു. ലോകം നമ്മളെ നോക്കിച്ചിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നേ തീരൂ. കൂടാതെ ഇത് സാമൂഹ്യ സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ എക്കണോമിയെ വലിയ രീതിയിൽ പിന്നോട്ടടിക്കുന്നു. സ്ത്രീകൾ ഭയം മൂലം തൊഴിൽ മേഖലയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ രാജ്യത്തിന്റെ ഉൽപാദന ക്ഷമതയാണ് കുറയുന്നത്. ലോകബാങ്കിന്റെ കണക്കുകൾ പ്രകാരം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഒരു രാജ്യത്തിന്റെ GDPയുടെ 1% മുതൽ 3.7% വരെ നഷ്ടമുണ്ടാക്കാം. വിദേശ നിക്ഷേപകർ ഒരു നാട്ടിലേക്ക് വരുമ്പോൾ അവിടുത്തെ ക്രമസമാധാനവും സ്ത്രീ സുരക്ഷയും പ്രധാനമായിട്ട് നോക്കും. ലഹരി മാഫിയകളും സുരക്ഷിതമല്ലാത്ത തെരുവുകളും കേരളത്തിലേക്കുള്ള വിദേശ നിക്ഷേപങ്ങളെയും ടൂറിസം സാധ്യതകളെയും വല്ലാതെ തകർക്കുന്നു. ഇതൊക്കെ തന്നെയും നമ്മുടെ സാമൂഹിക സുസ്ഥിരതയെ ഗുരുതരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാൻ എത്തുന്നവരോട് ഈ 3 കാര്യങ്ങൾ നാം കൃത്യമായിട്ട് ചോദിക്കണം. മദ്യപാനികൾ സ്ത്രീകളെ ശല്യം ചെയ്യുന്ന ഇടങ്ങൾ സുരക്ഷിതമാക്കാൻ നിങ്ങളുടെ പക്കൽ എന്ത് പ്ലാൻ ഉണ്ട്?
സ്കോട്ട്ലൻഡ് മാതൃകയിൽ ഓരോ പഞ്ചായത്തിലും റിക്കവറി സെന്ററുകൾ തുടങ്ങാൻ തയ്യാറാണോ നിങ്ങൾ? ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ത്രീ പീഡന കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ വരുമോ? സ്ത്രീകളുടെ സുരക്ഷ എന്നത് ഒരു രണ്ടാം കിട വിഷയമല്ല, അല്ലെങ്കിൽ ഒരു രണ്ടാം നിര വിഷയമല്ല. അത് അന്തസ്സോടെ ജീവിക്കാനുള്ള നമ്മുടെ അവകാശമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള ഒരു വോട്ടേഴ്സ് മാനിഫെസ്റ്റോ എന്റെ വെബ്സൈറ്റായ abhinavjose.com ഞാൻ ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അത് വായിച്ചു നോക്കിയിട്ട് നമുക്ക് വിവേകപൂർവ്വം വോട്ട് ചെയ്യാം. ഒരു കാര്യം കൂടി, മധ്യവരുമാനം ഇല്ലാതെ കേരളത്തിൽ സാമ്പത്തികമായിട്ട് നിലനിൽക്കാൻ കഴിയില്ലെന്ന് ഒരു വലിയ വിഭാഗം വാദിക്കുന്നുണ്ട്. എന്നാൽ സ്ത്രീകൾ സുരക്ഷിതരാവുകയും അവർ സാമ്പത്തികമായിട്ട് കൂടുതൽ സജീവമാവുകയും ചെയ്യുന്ന ഒരു നാടിന് മധ്യവരുമാനത്തെ ആശ്രയിക്കാതെ തന്നെ കുതിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മദ്യപാനികള് സൃഷ്ടിക്കുന്ന ഈ സാമൂഹിക ബാധ്യതകളാണോ അതോ സ്ത്രീകളുടെ സാമ്പത്തിക പങ്കാളിത്തമാണോ ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഗുണകരം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് താഴെ കമന്റ് ചെയ്യൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.